ചെറിയൊരു ഉറക്കപ്പിച്ചോട് കൂടി പാട്ടും കേട്ട് ഇങ്ങനെ ലയിച്ചു കിടന്ന് നമ്മളിപ്പോ ദേ യാത്ര പോവാണ് കേട്ടോ. വേറെ എവിടേക്കല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന നമ്മുടെ ഒരു ഇഷ്ട സ്ഥലം. സാധാരണ ആൾക്കാർ ബന്ധുവീടുകളിലേക്കൊക്കെ പോണ സന്തോഷത്തോടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. മാസത്തില് ഒരു 2 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ദേ ഇവിടെ എത്തുന്നതായിരിക്കും. ദേ നമ്മുടെ ലുലു മാളില്, കൊച്ചി ലുലു മാളില് പർച്ചേസിങ്ങും വലിയ ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊന്നും വേണ്ടിയല്ല, വെറുതെ ഇവിടെ വരെ പിള്ളേരെയും കൊണ്ട് മോളിൽ പോവുക, കുറച്ച് ഗെയിംസും റൈഡും ഒക്കെ കഴിഞ്ഞ് ദേ വീട്ടിൽ പോവുക. അല്ലാതെ വേറെ യാതൊരു പർച്ചേസിങ്ങും കാര്യങ്ങൾക്കും വേണ്ടിയല്ലായിരുന്നു നമ്മുടെ യാത്ര. പിള്ളേരുടെ ഒരു സന്തോഷം അത് മാത്രം. അങ്ങനെ ദേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൗരിയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് എക്സലേറ്ററിൽ കയറിയേക്കണേ. കുറച്ചു നേരത്തേക്ക് കണ്ണ് രണ്ടും ഉണ്ണക്കണ്ണൊക്കെ തുറച്ച് പേടിച്ചായിരുന്നു നിന്നിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര സന്തോഷത്തിൽ ഹായ് എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ ദേ ആദ്യമായി ഗൗരി എക്സലേറ്ററിൽ കയറിട്ടോ. കേറാറുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് ഇങ്ങനെ കാല് ചവിട്ടി നിന്നിട്ടില്ല. അങ്ങനെ ദേ നമ്മൾ സ്ഥിരം സ്ഥലത്തെത്തി. സാധാരണ കണ്ടിരുന്ന റൈഡുകളൊക്കെ തന്നെയായിരുന്നു ആദ്യം കയറി ചെന്നപ്പോൾ. അങ്ങനെ ദേ കണ്ടു പോയി കഴിഞ്ഞപ്പോ കണ്ണൻ പറഞ്ഞു, ആദ്യം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൽ കയറി ഒരു ബിൽഡിങ്ങിന് തീ കെടുത്താൻ തുടങ്ങി. അങ്ങനെ ഒരു ട്രിപ്പ് തീയൊക്കെ അണച്ച് തിരിച്ചു വന്നപ്പോ ദേ എന്റെ ശക്തി നോക്കണമെന്നും പറഞ്ഞ് അമ്മ ഇത് വേണം തോന്നുന്നു ദേ അവിടെ കളിക്കാൻ കയറി. അങ്ങനെ ദേ ശക്തി നോക്കാനായിട്ട് അവന്റെ ഉള്ള ശക്തിയൊക്കെ എടുത്ത് ആഞ്ഞടിച്ചിട്ട് 8 പോയിന്റ് വരെ പോയുള്ളൂ. അപ്പൊ ഈ മെഷീൻ കംപ്ലൈന്റ്, എനിക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കണം, അപ്പൊ ഇത്തിരി കൂടെ ശക്തി വേണമെന്നും പറഞ്ഞ് 2 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടും 8-ൽ തന്നെ നിന്നോളൂ കേട്ടോ, ഒരു തരി പോലും കേറിയില്ല. അന്നാ പിന്നെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞതേ രാജേഷേട്ടനും കൂടെ ഒരു ഇതായി. പിള്ളേർക്ക് കളിക്കാനും പറഞ്ഞു വന്നിട്ട് ദേ അച്ഛനും കൂടെ ഒന്ന് ആളുടെ ശക്തിയും കൂടെ നോക്കിയതേ ആഞ്ഞടിച്ച് 21 പോയിന്റ് വരെ എത്തി. ദൈവമേ, ആ അടി എങ്ങാനും എന്റെ തലയിലേക്ക് അടിച്ചെങ്കിലോ എന്നുള്ള ആലോചനയിലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ. എന്തായാലും ശക്തിയുണ്ട്. അങ്ങനെ ദേ അത് അവിടുന്ന് ദേ ഇറങ്ങി കഴിഞ്ഞപ്പോ പിന്നെയും ബില്ലിങ്ങിന് തീ പിടിച്ചു. അങ്ങനെ ഒരു ട്രിപ്പും കൂടെ ഇത് കളിക്കാന്നും പറഞ്ഞു. എന്താണെന്നറിയില്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതൊന്നും ഉണ്ടായില്ല, ഈ ഗെയിം ഉണ്ടായിരുന്നില്ലായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ദേ ഇതിന്ന് വാട്ടർ ഗൺ ആയതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഈ ഗെയിം. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, കുറച്ചു നേരം ഇങ്ങനെ വെള്ളം ഒഴിച്ച് തീ കെടുത്താനുള്ളതുണ്ട്. ബിൽഡിംഗ് ആണെങ്കിൽ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ 2 ട്രിപ്പ് ഇതിലും കയറി ഒരു കണക്കിന് തീയൊക്കെ അണച്ച് കഷ്ടപ്പെട്ട് പിള്ളേരൊക്കെ ദേ ഇറങ്ങി വന്നു. അങ്ങനെ തീ അണക്കല് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ദേ അവിടുത്തെ ഇതൊക്കെ പുതിയതാട്ടോ, ഇതൊക്കെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല. ബോൾ അടിയിൽ കൂടെ വരുന്നു, എടുത്തെറിയുക. അപ്പൊ കഴിഞ്ഞ ട്രിപ്പ് വരെ ദേ എന്റെ ഒക്കത്തിരുന്ന സാധനമായിരുന്നു കേട്ടോ ഇത്, താഴെ ഇറങ്ങാണ്ട്. ഈ ട്രിപ്പ് വന്നപ്പോ ഇവളും പത്തി പൊക്കി തുടങ്ങി. അങ്ങനെ ദേ അവളും ഒറ്റയ്ക്ക് വരെ ഗെയിമിൽ കയറി ഇരിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് മാത്രം കൊച്ചിന് അത്ര അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. പ്ലെയിൻ അനങ്ങി കഴിഞ്ഞപ്പോ കൊച്ചിന് പേടിയായി. കൊച്ചു ദേ വേഗം ചാടി ഇറങ്ങി. പിന്നെ അച്ചൂട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഗെയിമിന്റെ കാശ് ഞങ്ങളുടെ നഷ്ടമായില്ല. അച്ചു കയറിയിരുന്ന് കുറച്ചു നേരം സൈക്കിൾ ചോടുന്ന പോലെ അതിലിരുന്ന് ഇതാക്കി. സ്റ്റിയറിംഗ് ഒടിഞ്ഞു വരുമെന്നുള്ള പേടിയിലായിരുന്നു കേട്ടോ ഞാനും. അങ്ങനെ ഞാൻ മാത്രം ഒരു ഗെയിമിലും പങ്കെടുത്തില്ല, ബാക്കി എല്ലാവരും ഓരോരോ റൈഡുകളിൽ. അങ്ങനെ കുറച്ചു നേരം പ്ലെയിനൊക്കെ ഓടിച്ചു കഴിഞ്ഞ് വന്നപ്പോ തോക്കിരിക്കണു. എന്നാൽ വലിയൊരു തോക്ക് കുറച്ച് വെടി വെച്ചിട്ട് പോവാന്ന് പറഞ്ഞ കണ്ണനെ വെച്ചു 2 തോക്കെടുത്ത് പിടിച്ചു. അപ്പൊ ചില മെഷീനുകൾ കംപ്ലൈന്റ് ആയിരുന്നു തോന്നുന്നു കേട്ടോ. കാരണം ഞങ്ങൾ 3 ട്രിപ്പ് സ്വൈപ്പ് ചെയ്തിട്ടും ഞങ്ങളുടെ കാർഡിൽ നിന്ന് പൈസ കട്ടായി, പക്ഷെ വർക്ക് ആവണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ നമ്മൾ അവിടെ സ്റ്റാഫിനോട് പോയി കംപ്ലൈന്റ് ചെയ്തു. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് 3 പ്രാവശ്യം കാശ് പോയിന്നും പറഞ്ഞു. അവര് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം കറക്റ്റ് ആയതുകൊണ്ട് അവര് നമുക്ക് ഫ്രീ ആയിട്ട് 2 ഗെയിം ആഡ് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ വന്ന് ലൈറ്റ് കത്തണ്ടൊക്കെ തല്ലി പൊടിച്ച് സമയം പോയതറിഞ്ഞില്ല. പിന്നെ അച്ഛനെയും ഗൗരീനെയും ആണെങ്കിൽ കൂട്ടി കയറ്റി നിർത്തി, ഇത്തിരി നേരം തൊഴിലുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട്. ആദ്യമൊക്കെ ഗൗരി താഴെ വീണ ബോളൊക്കെ കയ്യെ പിടിച്ച് വന്നുള്ളൂ, ഒരെണ്ണം പോലും അതിന്റെ ഉള്ളിൽ ഇട്ടില്ല, ഒക്കെ വീട്ടിൽ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ. അവസാനം ഗൗരിക്കും മനസ്സിലായത് ഗൗരി ഓരോ ബോളുകൾ അതിൽ വർക്കിയിട്ടു. അങ്ങനെ അച്ചു കുറച്ച് വർക്കിയിട്ടു, ഗൗരിയും വർക്കിയിട്ടു. നല്ല രസം പിള്ളേർ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോഴേ. ഇവർക്ക് കണ്ണൻ ഇത്തിരി വലുതായ കാരണകൊണ്ട് കണ്ണന്റെ പിന്നാലെ നടന്ന് അച്ഛൻ വലിയ ആളാവും. ഇപ്പൊ അച്ഛൻ്റെ കൂടെ ഗൗരി 1.5 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവളിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോ നമുക്ക് കാണുമ്പോ ഒരു സന്തോഷം. കുഞ്ഞാട്ടി കിടന്ന് കാണിക്കുന്ന കാണുമ്പോ. അങ്ങനെ കുറച്ചു നേരം കാല് വെച്ചപ്പോ ഞാൻ ഒരു റൈഡിൽ കയറി ഇരുന്നു. അങ്ങനെ അവിടെ കണ്ട അത്യാവശ്യം എല്ലാത്തിലും ഇതായി. നമ്മുടെ കാർഡിന്റെ കാശ് തീർന്നപ്പോ നമ്മൾ പോന്നു. ഈ സ്ഥലത്തിന് എനിക്ക് എന്തോ ഒരു ആകർഷണീയത ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ തുരുത്തുപാലത്തിന്റെ അവിടെ എപ്പോ വരുമ്പോഴും ഭയങ്കര ഒരു എന്താ പറയാ, എന്റെ കണ്ണുകൾ ഈ ഒരു കാഴ്ചയിലേക്ക് അങ്ങോട്ട് പോകും. എനിക്ക് എന്താണെന്നറിയില്ല, ഞാനും ഈ പാലമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നല്ല മനോഹരമായ ഒരു കാഴ്ചകളും കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു. പിറന്നാൾ ആഘോഷം അങ്ങനെ അവിടെ വെച്ച് തീർന്നു കേട്ടോ.